നമസ്തേ, പ്രീതാസ് കെല്ലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ വിളയിച്ചതാണ്. ഉലുവ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് കയ്പ്പുണ്ടാവുമെന്ന് വിചാരിക്കും. ഇത് തീരെ കയ്പ്പില്ലാതെ നല്ല ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കഴിക്കും, അത്ര ടേസ്റ്റാണ് അതിന്. പിന്നെ അത് നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ഒരു 1/3 കപ്പ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇതിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉലുവ എടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇപ്പം ഞാനിതാ നേരെ കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഉലുവയുടെ മീതെ നല്ലോണം വെള്ളം നിൽക്കുന്ന തരത്തിൽ ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് കുതിരുമ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ നല്ലോണം വെള്ളം നിൽക്കുന്ന തരത്തിൽ ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊരു 8 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 8 മണിക്കൂറല്ല, ഞാൻ 10 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. തലേ ദിവസം രാത്രി ഇട്ട് വെച്ചതാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് കിട്ടണം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ച ഉലുവ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ കുതിർത്ത വെള്ളം കളയേണ്ട ആവശ്യമില്ല. നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലിട്ടിട്ട് അടച്ചു വെച്ചതല്ലേ. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഉലുവയുടെ നല്ല മീതെ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വേവുമ്പോൾ ഉലുവ കരിഞ്ഞു പോകുള്ളൂ വെള്ളം വറ്റിയിട്ട്. ഇനി കുക്കർ അടച്ചതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് വിസിലിട്ടിട്ടൊരു 4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ച് വെള്ളം കമ്മിയായി കഴിഞ്ഞാൽ കരിഞ്ഞു പോയാലോ വെച്ചിട്ടാണ്. ഇതുപോലെ തൊടുമ്പോൾ കണ്ടില്ലേ, ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്കിത് ഇവിടുന്ന് മാറ്റിയിട്ട് വേറൊരു പാൻ വയ്ക്കാം. അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാനോ ഉരുളിയോ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്രൈങ് പാനോ ഏതെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം. ഞാനിപ്പം നെയ്യ് ചേർക്കണില്ല. ആ ഉലുവയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഉലുവയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു 1/3 കപ്പ് ശർക്കര പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൊടിയാകുമ്പോൾ പൊടിയിൽ കല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അച്ച് ശർക്കരയാണെങ്കിൽ വലിയൊരു അച്ച് ഉരുക്കിയിട്ട് അതിൻ്റെ അരിച്ചതിന് ശേഷം ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടി ശർക്കര വേണം തോന്നിയോണ്ട് ഞാനൊരു 2-3 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ പൊടിയൊക്കെ നന്നായിട്ട് ഉരുകി വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ ഉലുവയിലേക്ക് വെള്ളമൊക്കെ വറ്റി ഉലുവയിലേക്ക് ശർക്കര നന്നായിട്ട് പിടിക്കണം. അപ്പോഴാണ് കയ്പ്പ് കുറയുള്ളൂ. ഇപ്പോൾ ഉലുവയിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയത് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. എന്നാലാണ് ഇത് കേട് കൂടാതിരിക്കുള്ളൂ. വെറുതെ മിക്സ് ചെയ്താൽ പോരാ. കുറച്ച് നേരം തേങ്ങ ചിരവിയതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ തേങ്ങയും ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഉലുവയ്ക്ക് തീരെ കയ്പ്പില്ലാതെ ആയി പോവും. നന്നായിട്ട് വരട്ടിയെടുക്കണുണ്ടല്ലോ, അപ്പം നല്ല ടേസ്റ്റാണ്. കയ്പ്പൊന്നും തീരല്ല കഴിക്കുമ്പോൾ. ഇപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ ചുക്കും ജീരകവും കൂടി പൊടിച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, രണ്ടും കൂടി 1 ടീസ്പൂൺ മതി. അതിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചുക്കും ജീരകപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കുമ്പോൾ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. നെയ്യൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യ് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കണം. കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് വരണ്ട് വരണം. അപ്പോഴേ നമ്മുടെ സാധനം കേട് കൂടാതെ ഇരിക്കുള്ളൂ. ഒരു 2-3 ദിവസമൊക്കെ പുറത്ത് കേട് കൂടാതെ ഇരിക്കും. ഇനി ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ ഒരാഴ്ചയിലധികം ഇത് കേട് കൂടാതെ ഇരിക്കും. ഇപ്പം നേരെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഉലുവ വിളയിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.